അപ്പൊ എന്നാലും രാവിലെ ഇറങ്ങിയതിന്റെ ആ ഒരു തണുപ്പും ഒക്കെ ഉണ്ട് ഈ ട്രാവലില്. നമ്മള് നല്ലൊരു സൺറൈസ് പ്രതീക്ഷയാണ് തോന്നുന്നത്. അപ്പൊ ഈ ഏരിയ എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ പോകുന്നത് ഗോരേഗാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗോരേഗാവിന്റെ പ്രത്യേകത ഒരുപാട് കാടുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ ഇറങ്ങി വരാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നമ്മൾ കെയർഫുൾ ആകണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് ഓരോ സ്ഥലം. റോഡ് ഇച്ചിരി നല്ല പ്രശ്നമാണ്. രാവിലെ ഒരു രക്ഷയില്ല. നമ്മൾ ഒരുപാട് ദൂരം നടന്നു. കാട്ടിനുള്ളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. ഏകദേശം നമ്മൾ ഇവിടുന്ന് തന്നെ ഇനി ഒരു കിലോമീറ്റർ കൂടെ നടന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തെത്തുള്ളൂ. നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളും വന്നോളൂ. ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അപ്പോൾ നമ്മൾ തെറ്റിയ വഴി ഒന്ന് മാറി പിടിക്കുകയാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ പുലി ഉണ്ടെന്നൊക്കെയാണ് മുമ്പിലൂടെ പോയ ഈ മനുഷ്യൻ പറയുന്നത്. കംപ്ലീറ്റ് പനകളാണ് നമ്മൾ കാണുന്നത്. പന എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ധാരാളം യക്ഷികളുണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. 9 രാത്രി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഇവിടെ വരാറില്ല. യക്ഷികൾ ഒരുപാടുള്ള കഥകളും ഒക്കെ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് പിന്നെ മലയാളികൾക്ക് യക്ഷിയെ പേടിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ബോംബെ ലക്ഷ്യം നമ്മളൊന്നും ചെയ്യാൻ പോകില്ല. നമുക്ക് വീണ്ടും പോവാം. കാട് വെട്ടി തെളിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോപ്പർ വഴിയല്ല. ചില ആൾക്കാർ ഇവിടെ വന്ന് അവർ തന്നെ തന്നെത്താനെ വഴി തെളിച്ച് പോകുന്ന വഴികളിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ. നമ്മളൊരു സ്ഥലം, നമ്മൾ പ്രോപ്പർ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്താണ് നമ്മൾ പോകുന്നത്. ആരും പോകാത്തൊരു സ്ഥലമാണിത് നോർമലി. നമ്മൾ ഈ കാട് തെളിച്ചുള്ളൊരു പോക്കാണ്. അപ്പോൾ എന്തായാലും ഈ വഴി ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റുമായിട്ട് വരുന്ന ആൾക്കാർ മാത്രമേ ഈ സ്ഥലത്ത് വരാവൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വഴി ചോദിക്കാനൊന്നും ആകില്ല. അപ്പോൾ ശരിക്കും ഫോറസ്റ്റിനകത്തുള്ള യാത്രയാണ്. നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിട്ട് വരിക. ഫുഡാണെങ്കിലും എല്ലാം അതിന് പ്രിപ്പയർ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും നല്ല ഇവിടെ ഭംഗി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ സാധാരണ കാണാത്ത പക്ഷികൾ, ചെറിയ കുരുവികൾ. അപ്പോൾ ഈ പക്ഷി നിരീക്ഷകർക്കൊക്കെ ഏറ്റവും നല്ല ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കാണാം. ബട്ടർഫ്ലൈസ് നമുക്ക് ധാരാളം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഒരു ട്രക്കിംഗ് എൻജോയ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും ഏറെയുണ്ട് നമ്മൾ ദൂരം പോകാൻ. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. അതായത് കാട്ടിലൂടെ നമ്മൾ നടന്നത് ഇപ്പോൾ ഏകദേശം 3.25 കിലോമീറ്റർ നമ്മൾ എക്സാക്ട്ലി നമ്മൾ കടന്നു കഴിഞ്ഞു. ഇനിയാണ് അത്ഭുതം. ഇത് നോർമലി ആരും ഒരു ടൂറിസ്റ്റ് പ്ലേസിലും ഈ ഒരു ടൂറിസ്റ്റ് മാപ്പിൽ വന്നിട്ടില്ലാത്ത സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്ത് അടിപൊളിയായിരുന്നു. കാട് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനൊരു സർപ്രൈസാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ ഈ നടന്നതൊന്നും ഒരു പ്രോബ്ലം അല്ല. നോക്കുക, രക്ഷയില്ല. എന്തോ വ്യൂ ആണ്, സൂപ്പർ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോണ്ടല്ലോ ചൂണ്ടയൊക്കെ ആയിട്ടാണ് വന്നത്. മീനൊക്കെ പിടിക്കാമെന്നോട് പറഞ്ഞു. ഫിഷിങ്ങിന് ഒരുപാട് മീനുകൾ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയിൽ കൊരുക്കാനുള്ള മീൻ ഇതിനകത്ത് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ മരം കാണുമ്പോൾ നമുക്ക് പിടിക്കണമെന്ന് തോന്നും. പക്ഷേ മരം കണ്ടല്ലേ, നോക്കാം, കംപ്ലീറ്റ് മുള്ളാണ്. ഇതാണ് ഇവിടുത്തെ മരങ്ങളുടെ പ്രത്യേകത. തൊട്ടാൽ തന്നെ നമുക്ക് ഇത്രയും ഷാർപ്പായിട്ടുള്ള മുള്ളാണ് ഈ മരത്തിൽ മുഴുവൻ. അപ്പം അത്തരത്തിലുള്ള മരം നമുക്ക് കാണാം. അതിന് മുകളിൽ ശിഖരങ്ങളൊക്കെ നോക്കി നല്ല രസമുണ്ട്. ആ ഒരു പരുന്തൊക്കെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഒരുപാട് പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇത് ഒരുപാട് മീനുള്ള സ്ഥലമാണ്. നമ്മുടെ ഫിഷിങ്ങിന് പറ്റിയ സ്ഥലമാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ചൂണ്ട ഇതിനകത്തേക്ക് നമ്മൾ ഇടാൻ പോവുകയാണ്.
അപ്പോൾ ഈ ചൂണ്ട എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് ചൂണ്ട കോർക്കുന്നത് അല്ലെങ്കിൽ ചൂണ്ട ഇടാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പഴയ ശിക്കാരി ശംഭുവിൻ്റെ ഒരു തൊപ്പിയാണ് അദ്ദേഹം എനിക്ക് തന്നേക്കുന്നത്. കാട്ടിൽ കയറിയല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫിഷിംഗ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് മീൻ പിടിക്കുന്നത് നല്ലൊരു ഹോബിയായിട്ട് കാണുന്ന, നല്ല ക്ഷമയുള്ള, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരെണ്ണം വരുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ. മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ ഒരുപാട് ഇവിടുന്ന് മീൻ. അപ്പോൾ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിനോദ് ഇവിടെ വന്ന് സാധാരണ ഫിഷിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. ആ മീനിനെ നമ്മൾ ഇവിടെ മീൻ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മളതിൻ്റെ കറിക്കൂട്ടുകളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മീൻ കിട്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. എന്ത് തണുപ്പാ, ചെറുതായിട്ട് തന്നെ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ. നല്ല തണുപ്പാണ് സംഭവം. ചൂണ്ടയോട് അങ്ങ് അകത്ത് പോകാനുള്ള ഇതാ. അത്ര എളുപ്പമല്ല ചൂണ്ടയിടൽ. ഓക്കെ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ട്രൈ ചെയ്യാണ് ചൂണ്ട എറിയാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചൂണ്ട എറിയുന്നത്. വിനോദ് പഠിപ്പിച്ചു തന്നു. അത് നോക്കിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ചൂണ്ട ഇടാൻ ഒന്നുകൂടെ ശ്രമം നടത്തുകയാണ്. ഇനി നമ്മുടെ ഈ വശത്ത് പിടിച്ചാൽ മതി. ഇനിയുള്ളത് ഒരു കാത്തിരിപ്പാണ്, ഒരു മീനിനായുള്ള കാത്തിരിപ്പാണ്. നിങ്ങൾ ആരെങ്കിലും ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ കാട്ടിലൂടെ കടന്നു വന്ന് ലേക്കില് ഫിഷ് ചൂണ്ടയിട്ട് അതേ മീനിനെ പിടിച്ച് ആ മീനിനെ തന്നെ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാണ്. അപ്പോൾ അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കായിട്ട് ആരും പോകാത്ത, ബോംബെയിൽ ആരും ടച്ച് ചെയ്യാത്തൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ആ സ്ഥലമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് സമയമായി നമ്മൾ ചൂണ്ടയിട്ടിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം മീനിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഈ ചൂണ്ടയിലൊന്നും വീണിട്ടില്ല, പഴയപോലെ ചൂണ്ടയിലൊന്നും വീണിട്ടില്ല കേട്ടോ. ഈ ആഴ്ച മീന് ചൂണ്ടയിൽ കുരുക്കൂല്ലെന്നാണ് യോഗം. എന്തായാലും നല്ല വിശക്കുന്നു. ചൂണ്ടയിൽ മീൻ കൊരുക്കട്ടെ, അതിനെ വെച്ച് കഴിക്കാം എന്നുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരുമ്പോണ്ടല്ലോ, നിങ്ങൾക്ക് ഫിഷിങ് നല്ല സ്കോപ്പ് കാണും. വരുമ്പോൾ എന്തായാലും കുറച്ച് പഴമൊക്കെ കൊണ്ടുവരും. ഇവിടെ ഒരു കട പോലും ഇല്ല, ട്രൈബൽ ഏരിയയാണ്. ഒരു ഫുഡും കിട്ടില്ല. അപ്പോൾ വെള്ളവും അതുപോലെ നമ്മുടെ ചെറിയ ചെറിയ ഭക്ഷണങ്ങളും നിങ്ങൾ കരുതി വരിക. ഈ ചൂണ്ട ആരെങ്കിലും പിടിക്കുമോ? കുറച്ച് ബ്രെഡ് തന്നെയാണ്. ചൂണ്ട ആരെങ്കിലും പിടിക്കുമോ? ബ്രെഡ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ, മീൻ കിട്ടുക എന്നുള്ള പരിപാടിയല്ല. ഫിഷിങ്ങിൻ്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് ആ മീനിനായിട്ടുള്ളൊരു കാത്തിരിപ്പാണ്. ചൂണ്ടയിടുമ്പോൾ നമ്മൾ കാത്തിരിക്കണം. എത്ര നമ്മൾ സമയമെടുത്താലും വിജയം വരെയും നമ്മൾ കാത്തിരിക്കും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ വീണ്ടും കാത്തിരിക്കുകയാണ്. രാവിലെ 4 മണിക്ക് തിരിച്ചതാണ്. ട്രക്കിംഗ്, പഴം, ബ്രെഡ്, ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുകയാണ് ഏകദേശം സമയത്ത്. അപ്പോൾ എന്തായാലും വിനോദി തളർന്നില്ലല്ലോ അല്ലേ? മീനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. കുറച്ച് വെള്ളമായി തിരിച്ചങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും മീൻ കിട്ടണമെങ്കിൽ കുറച്ച് ഭാഗ്യമൊക്കെ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഫിഷ് ചെയ്തു, അത് മറ്റൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു പോകാനുള്ള വഴിയിലാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് മീൻ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മീൻ കിട്ടും എന്ന് വെച്ച് നിങ്ങളുടെ ലൈക്സും കമൻസും സബ്സ്ക്രിപ്ഷനും ഒന്നും ഈ മീനിൻ്റെ പേരിൽ ഇല്ലാതാവരുത്. ഞാൻ തകർന്ന് തരിപ്പണമായി പോകും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മീൻ കിട്ടിയില്ലെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. കാര്യം എന്ന് പറയുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ വരുമ്പോൾ സമയത്ത് നിങ്ങൾ ഓർക്കണം, 9 മണിക്ക് മുമ്പേ നിങ്ങൾ ഇവിടെ റീച്ച് ചെയ്യണം. എങ്കിലും നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരും വരാത്തൊരു സ്ഥലമാണ് ബോംബെയിൽ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. ടിൽ ദെൻ പ്ലീസ് ടേക്ക് കെയർ. ലവ് യു ഓൾ.